ഞാനൊരു കഥ പറയാം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാജോ ജോസ് തിരക്കഥ എഴുതി അമൽ നീരദ് സംവിധാനം ചെയ്ത 2024 സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലറാണ് ബൊഗൈൻവില്ല. ഉദയ പിക്ചേഴ്സും അമൽ നീരദ് പ്രൊഡക്ഷൻസും ചേർന്നാണ് നിർമ്മാണം. ലാജോ ജോസിൻ്റെ റൂത്തിൻ്റെ ലോകം എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. ഷോർട്ട് ടേം മെമ്മറി ലോസ് എന്ന അവസ്ഥ കാരണം ജീവിതം നഷ്ടപ്പെട്ട് ജീവൻ തിരിച്ചു കിട്ടിയ റൂത്തിൻ്റെ ലോകമാണ് ബൊഗൈൻവില്ല. ഓർമ്മകൾ എത്തിപ്പിടിക്കാൻ റൂത്ത് ശ്രമിക്കുമ്പോൾ അതേ ഓർമ്മകൾ തൂത്തെറിയാൻ ശ്രമിക്കുന്ന ഭർത്താവായ റൊണാൾഡിൻ്റെ കഥ കൂടിയാണിത്. ഓർമ്മക്കുറിപ്പുകളുടെയും വോയിസ് റെക്കോർഡിൻ്റെയും സഹായത്താൽ ദിനങ്ങൾ തള്ളി നീക്കുന്ന റൂത്തിന് എന്നും ആശ്വാസം സഹായത്തിനെത്തുന്ന അശ്വിനിയാണ്. ഇങ്ങനെ പോകുന്ന ഇവരുടെ ജീവിതത്തിൽ പെൺകുട്ടികളുടെ തിരോധാനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. വാർത്തകളിൽ കാണുന്ന പെൺകുട്ടികളുടെ മുഖങ്ങൾ റൂത്ത് തിരിച്ചറിയുന്നു. എന്നാൽ മുന്നോട്ട് പോകാനാകാതെ മറവിയുടെ ആഴങ്ങളിലേക്ക് വീഴേണ്ടി വരുന്ന റൂത്തിൻ്റെ കൈകളാൽ പിറക്കുന്ന ചിത്രങ്ങൾ കേസ് അന്വേഷണത്തിന് വഴിത്തിരിവാകുന്നു. ഭീതി ജനിപ്പിച്ചുകൊണ്ടാണ് നോവലിൻ്റെ ഓരോ താളുകളും അറിയുന്നതും സീനുകൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നതും. ബൊഗൈൻവില്ല മനുഷ്യ മനസ്സിൻ്റെ നിഗൂഢതകളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടി വരുന്ന കഥാതന്തു. വളരെ ഭംഗിയായി തന്നെ അത് ചിത്രീകരിച്ചിരിക്കുന്നു. കഥാപാത്രങ്ങളും ആവിഷ്കരണവും മികച്ചത് തന്നെയാണ്. കുഞ്ചാക്കോയുടെ ഡോക്ടർ റോയ് നാം കണ്ടുവന്നിരുന്ന പതിവ് നായക കഥാപാത്രങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തനാണ്. ജ്യോതിർമയുടെ ഋതു മറവിയുടെ ആഴക്കയങ്ങളിലേക്ക് ഊർന്നിറങ്ങുമ്പോഴുള്ള ഭാവം കൃത്യമായും സൂക്ഷ്മമായും ആ മുഖത്തിൽ നിന്ന് വായിക്കാൻ പറ്റുന്ന ഭാവാഭിനയമായാണ് നമുക്ക് മുന്നിലെത്തുന്നത്. ചെറിയ ഒരു കഥാബീജം എന്ന് തോന്നുമെങ്കിലും പ്രേക്ഷകരെ ഏറെ ചിന്തിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കഥയാണ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഒരു മനസ്സിന് എത്രമാത്രം ഹീനമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നെന്നുള്ളതും അത് പരോക്ഷമായി ഒളിപ്പിക്കുന്നതും വ്യക്തിത്വങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം റോയിയുടെ ഭംഗിയായി കാണിക്കുന്നുണ്ട്. ബാല്യകാലത്തിലുണ്ടാകുന്ന ജീവിത സാഹചര്യങ്ങളാണ് നമ്മളിൽ എത്രത്തോളം സ്വഭാവ രൂപീകരണത്തിൽ പങ്കുണ്ടാക്കുന്നതിൻ്റെ നഗ്നസത്യം ഈ സിനിമ നമ്മെ കാട്ടിത്തരുന്നു. സ്ത്രീ കഥാപാത്രത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സിനിമ കൂടിയാണ്. ഡോക്ടർ റോയ് എത്ര സമർത്ഥമായാണ് റൂത്തിൻ്റെ ഓർമ്മക്കുറവിനെ ഉപയോഗിക്കുന്നത്. ഇതൊരു സൈക്കോ ത്രില്ലർ എന്ന് വിശേഷിക്കപ്പെടുന്നതിനേക്കാൾ എനിക്കിഷ്ടം മനുഷ്യ മനസ്സിനെ ആഴത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സിനിമ എന്നതാണ്. ഇതിലെ കഥാപാത്ര സൃഷ്ടിയും പശ്ചാത്തലവും എന്തുകൊണ്ടോ മനസ്സിൽ ഒരു മുറിപ്പാടായി തോന്നുന്നത് പോലെ. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് റൊണാൾഡ് സൃഷ്ടിച്ച മായാലോകത്തു നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുന്ന റൂത്തിനെയാണ് കഥ അവസാനത്തിൽ നമ്മൾ കാണുന്നത്.